ഹലോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ടിരിക്കുന്നു. വലിയ സുഖത്തിലല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ദിവസം നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, അറിയാം. നമ്മൾ വീക്കിലി വൺസ് ഒരു വ്ളോഗ് ഇടുമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടിടുന്ന വ്ളോഗ് ഇപ്പോഴായിരിക്കും അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു മാസമായിരുന്നു അല്ലേ, ഒരു 2-3 ആഴ്ചയെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ലാസ്റ്റ് വ്ളോഗ് ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നായിരുന്നു. എൻ്റെ അമ്മാമ്മ മരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊരു സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാനിപ്പോൾ നാട്ടിലായിരുന്നു ഒരാഴ്ച. ഞാൻ ഇന്ന് മോർണിംഗ് ഇപ്പോൾ എത്തിയുള്ളൂ. മോർണിംഗ് ഇപ്പം വന്നിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എറണാകുളത്തെത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറക്കം എണീറ്റിട്ട് നേരെ വന്നെടുക്കുന്ന ഇൻട്രോ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് യൂഷ്വലി നാട്ടിൽ പോയിട്ട് വന്നിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും മിക്ക വ്ളോഗ് കഴിയുമ്പോഴത്തേക്കും ചോദിക്കുന്ന കാര്യമാണ് ഇവനെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു വീഡിയോ ചെയ്യാത്ത എന്തായാലും അവളുടെ റിയാക്ഷനും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. നമ്മളെ ലാസ്റ്റ് വ്ളോഗിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ലാസ്റ്റ് വ്ളോഗിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനമായിരുന്നു ആ ഒരു ബോഡിങ്ങിൽ നിന്ന് കിട്ടിയത്. ലൈക്ക് ഇവയ്ക്ക് കുറച്ച് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. കഴുത്തിൻ്റെ ഇവിടെയും പിന്നെ ചെവിയുടെ അവിടെ കുറച്ച് ഇൻഫെക്ഷനൊക്കെ വന്നായിരുന്നു. അവളും ഭയങ്കര ആക്റ്റീവ് ഒന്നായിരുന്നില്ല, കുറച്ച് സാഡായിരുന്നു. ഞാൻ എറണാകുളത്ത് നിന്ന് 23 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ബോർഡിങ്ങിലാണ്. അവിടെ കുറച്ച് നല്ല റിവ്യൂസ് കണ്ടിട്ട് കിട്ടിയപ്പോഴത്തേക്കിലേക്ക് എന്താ ആ ഒരു സാധനം ആഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ അപ്പോൾ അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിനൊപ്പം ചെറിയ കുട്ടി തിങ്സ് നമുക്ക് കുറേ ദിവസം നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഇതൊരു വ്ളോഗായിട്ട് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഗൈസ്, അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ ഒരു സർജറി ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല, അമ്മ ഓക്കെ വരുന്നു. ഫുള്ള് നാട്ടിൽ പോയിട്ട് ഫുള്ള് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മീൻസ് അമ്മാമ്മ പോയി. അമ്മാമ്മയ്ക്ക് വയ്യാതെ കിടക്കുമായിരുന്നു കുറച്ച് നാളായിട്ട്. അമ്മാമ്മ എന്ന് പറയുമ്പോൾ പപ്പയുടെ അമ്മ അങ്ങനെ. അപ്പോൾ അമ്മമ്മ പോയി. അത് കഴിഞ്ഞിട്ടായിരുന്നു അമ്മയുടെ സർജറിയും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫുൾ ഹോസ്പിറ്റൽ, വീട്, അങ്ങനെ കുറച്ച് ഓട്ടമായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് വീണ്ടും ഫുൾ റീസെറ്റ് ചെയ്യണം. ജിമ്മ് പിന്നെ എന്തായാലും ഞാൻ അവിടെ നാട്ടിൽ പോയിട്ട് ചെയ്യാൻ നോക്കി, നടന്നില്ല. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ പറ്റുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്തു. പിന്നെ നമുക്കെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കണം. വ്ളോഗ് ഞാൻ പറയുന്നില്ല, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഇടാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് എന്തായാലും പോയിട്ട് ഇപ്പം 2 മണിയായി. ഞാൻ എണീറ്റിട്ട് ഇപ്പം കഴിച്ചേ ഉള്ളൂ. പോയിട്ട് നമുക്ക് ഇവാനെ പോയി വിളിക്കാം. ഇവാൻ ഇപ്പോൾ കൊടുത്തേക്കുന്ന ഓറിയാന എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള ഒരു പെറ്റ് ബോർഡിങ്ങിലാണ്. അത്യാവശ്യം നല്ലൊരു പെറ്റ് ബോർഡിങ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇവാനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ലൈക്ക് എങ്ങനെയാണ് അവർ ഇവാനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. പോയിട്ട് ഇവാനെ വിളിക്കാം. പിന്നെ ഗൈസ്, ഞാൻ മെയിനായിട്ട് പേടിച്ചത് ചെടിയുടെ കാര്യങ്ങളായിരുന്നു. ചെടി പിന്നെ വലിയ കുഴപ്പമില്ല, കുറച്ച് പോയിട്ടുണ്ട്. എന്നാലും നമുക്കത് സെറ്റാക്കി എടുക്കാം. ഞാൻ ഇടയ്ക്ക് ടുബോർഗിനെ വിളിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒഴിക്കാനൊക്കെ പറഞ്ഞപ്പോൾ അവൻ പാവം വന്ന് ചെയ്തായിരുന്നു. പിന്നെ നാട്ടിൽ പോകുമ്പം നമ്മൾ പിന്നെ അറിയാമല്ലോ, ഒരു റീസെറ്റ് മൈൻഡ് വരണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കിച്ചണൊക്കെ നമ്മൾ അത്യാവശ്യം ക്ലീനൊക്കെ ആക്കിയിട്ടാണ് പോയത്. പിന്നെ നമ്മുടെ ഗെയിമിങ് റൂമായാലും നമ്മൾ നല്ല അത്യാവശ്യം നീറ്റാക്കിയിട്ടാണ് പോയത്. വേറെ അലമ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ പോയി ഇവനെ വിളിച്ചിട്ട് വരാം. ഓക്കെ. ഇവായുടെ ഒരു മാറ്റുണ്ട്, മാറ്റ് അതെടുക്കാം. ഈ സാധനമാണ് നമ്മൾ ബാക്കിലിടാറ്. യെസ്, ദിസ് ഈസ് ദ സാധനം. ഇതാണ് മാറ്റ്. വേണ്ട, നമുക്ക് ഈ മാറ്റ് ഇടുകയാണെങ്കിൽ പൊടിയും കാര്യങ്ങളൊന്നും അധികം സീറ്റുമേലൊന്നും ആവത്തില്ല. പിന്നെ ചെളിയും ഇതൊന്നും ആവത്തില്ല, നൈസായിട്ടിരുന്നോളും. ഇത് ഞാൻ ആമസോണിൽ നിന്ന് എവിടെ നിന്നോ മേടിച്ചതാണ്. ഞാനല്ല, സ്നേഹമാണ് മേടിച്ചത്. നാട്ടിൽ ഫുൾ ഓട്ടമായിരുന്നു വണ്ടി. ഫുള്ള് ചെളിയും പരിപാടിയൊക്കെയാണ് വണ്ടിയിൽ. വണ്ടി ഒന്ന് പോളിഷ് ചെയ്യണം. പിന്നെ അവിടെ ആയിട്ട് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയി ചെറുതായിട്ട്. ഫുള്ളൊന്ന് പോളിഷ് ചെയ്യണം. ഇന്നലെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ പക്കികൾ ഞങ്ങൾ ആക്രമിച്ചായിരുന്നു. അതെവിടെ? അതിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെയുണ്ട്? അപ്പം നമുക്ക് പോയി വിളിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ ഒറിയാന പെറ്റ് ഹോസ്റ്റൽ. ഇവിടെ ജയിലൊക്കെ ഉണ്ടല്ലേ. ഞാൻ എന്തായാലും ചേട്ടനെ വിളിച്ച് നോക്കട്ടെ. കുറേ പേരുണ്ടല്ലോ, അങ്ങോട്ട് കയറാം. എനിക്ക് ഇവ എന്തോ പോ, നോക്ക് ഓട്ടമാണേ. ഇവ എടി
ഇങ്ങോട്ടേക്ക് അവൾക്ക് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് തുറന്ന് ചാടിയായത്. ഗായ്സ്, അങ്ങനെ ഞാനും ഇവായും ഇബൂസേ ആള് മറ്റേ പുറത്തൊക്കെ നോക്കി നിൽക്കുകയാണ്. കുഞ്ഞേ, അയ്യോ ആൾക്കാർ കളിക്കല്ലേ, ആൾക്കാർ പുറത്ത് പോകുമ്പോഴത്തേക്ക് അവള് ഇബൂസേ ഇങ്ങോട്ട് നോക്കിയടി, ഇങ്ങോട്ട് നോക്കിയടി എടി എടി. ഗൈസ്, അപ്പം ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോട്ടെ. വീട്ടിൽ പോയിട്ട് എവിടെ ഒന്ന് സെറ്റിലാക്കണം. ഗൈസ്, അപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതാണ് ഇവിടെ ആക്കിയ ബോർഡിങ്, ഓറിയാനോ പെറ്റോസൽ എന്ന് പറയും. അത്യാവശ്യം നല്ല, ഞാൻ ഇവിടെ ഇത്ര ഹാപ്പി ആയിട്ടൊന്നും ഞാനങ്ങനെ അധികം ബോർഡിങ്ങിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പം ഇവിടെ ഇത്ര ഹാപ്പി ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ അധികം എപ്പോഴും ഞാൻ പോകുമ്പോൾ അവള് ചാടി എൻ്റെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ദേഹത്ത് തന്നെ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുക, അതായത് പോണം എന്നുള്ള രീതി. പക്ഷേ ഇവിടെ അവൾക്ക് എന്താ പറയുക ഓക്കെ ആയിരുന്നു. അത് അവളുടെ നമുക്കറിയാൻ പറ്റും. ഞാനിപ്പോൾ അവളെ കുറേ ബോർഡിങ്ങിലാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ എപ്പോഴും നാട്ടിൽ പോകണമെന്നുണ്ട്. നമ്മൾ എപ്പോഴും ഞങ്ങൾ നാട്ടിലോ ഇവിടുന്ന് മാറിയിരിക്കുമ്പോൾ എപ്പോഴും ബോർഡിങ്ങിലാണ്. എനിക്കറിയാൻ പറ്റും ഓരോ ബോർഡിങ്ങിൽ നിന്ന് എങ്ങനെയാണ് വിളിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് അവളെ. പക്ഷേ അവൾ ഫുൾ ഹാപ്പിയാണ്. അവൾ മറ്റേ പുറത്തൊക്കെ അവളെ നോക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക, ഇവരൊക്കെ നോക്കുന്നത് ഇവളെ ബോർഡിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോകാം. ഇനി ഗൈസ് നമ്മൾ ഫ്ലാറ്റിലെത്തി. ആളെ കുറച്ച് നേരം നടത്തിക്കാൻ വിചാരിച്ച്. അയ്യോ, ഇവിടെ കുറച്ച് നേരം ആളെ നടത്തിക്കാൻ വിചാരിച്ച്. ഇവൂസേ ബാ പോവാം നമുക്ക്. ആളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അല്ലേ ഇവാ? കയറി ഒരൊറ്റ പോക്ക് അടുക്കളയിലോട്ട് നേരെ. ഇവായേ കാണാനില്ലല്ലോ, അടുക്കളയിൽ നേരെ പോയ. എന്താ ഇവ നോക്കുന്നേ? എടേ ഞാനിപ്പോഴാ കണ്ട ഗൈസ്, ഒരു എലി ഇവിടെ മർഗയാ. വെറുതെ പ്രശ്നമായി കേട്ടോ. ഒരു എലി മർഗയായിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ. ആളെ തീർന്നു കേട്ടാ. ഞാനും കണ്ടില്ല കേസ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഡെഡ് ബോഡി കിടക്കുന്നു അതിൻ്റെ അകത്ത്. ഓക്കേ, ഇവൂസേ എന്തുവാ നമ്മൾ വീട്ടിൽ വന്നോ? ഇവന് 2-3 റാഷസ് അന്ന് ഞാൻ പറഞ്ഞില്ലേ പഴയ നേരത്തെ ഒരു ബോർഡിങ് കൊടുത്തതിന് പറ്റിയെന്ന്. അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ അവൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഇപ്പം കുറഞ്ഞ്. എന്തായാലും ഈ ബോർഡിങ് കൊള്ളാം ഗൈസ്. ഞാനത് വീണ്ടും പറയുന്നത്, ലൈക്ക് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ അവർ ഡെയിലി കോമ്പ് ചെയ്യുമായിരുന്നു. ചില സ്ഥലങ്ങളിലൊന്നും ഞാൻ കൊടുത്ത 3 ബോർഡിങ്ങിലും അവർ പ്രോപ്പർലി കോമ്പ് ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അവളുടെ മുടിയും ഹെയറൊക്കെ ഇച്ചിരി നന്നായി ഷെഡിങ് ടൈം നമുക്കിപ്പോൾ. എന്നിട്ടും അവരതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ കെയർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു പ്രൊമോഷൻ അങ്ങനെ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അവളെ വിളിക്കാൻ പോയപ്പോൾ ഞാൻ ജെനുവിനായിട്ടുള്ള ഒരു റിവ്യൂ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഇനി അടുത്ത് എനിക്ക് ജിമ്മിൽ പോകണം. വർക്കൗട്ടെല്ലാം കൂടി മുടങ്ങി കിടക്കുക. സോ ദേഹമൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ തുരുമ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജിമ്മിലൊക്കെ ഒന്ന് പോയി സെറ്റ് ആവണം. ജിമ്മിലോട്ട് പോകാം ഗൈസ്. ഞാൻ പെട്ടെന്ന് വരും കേട്ടെ. ഇതാണ് ഗൈസ് എൻ്റെ ജിം ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? സെറ്റിലേ ഗൈസ്? അപ്പോൾ ജിമ്മിൽ കൊണ്ടുപോകണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ജിമ്മിൽ ഞാൻ ഷൂ ഇടാറില്ല. ഞാൻ ഷൂ ഇടാത്തൊരു വ്യക്തിയാണ്. എനിക്ക് പണ്ടോട്ട് ഷൂ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജിമ്മിൽ ഷൂവും കാര്യങ്ങളൊന്നും ഇടാറില്ല. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് ഇതാണ് എൻ്റെ ജിം ബാഗ്. വാട്ട്സ് ഇൻ മൈ ജിം ബാഗ്? നമ്മളുടെ ജിം ബാഗിൽ എപ്പോഴും നമ്മളുടെ ഇതുണ്ടാവും. കാരണം എല്ലാ വെനസ്ഡേ ആണ് നമുക്ക് ബോക്സിംഗ് ക്ലാസ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബോക്സിംഗ് പാഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെപ്പോഴും ബാഗിൽ കാണും കഴിച്ചു. ഇപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിയ റിസ്റ്റ് ബാൻഡ്. എനിക്ക് കൈ എപ്പോഴും ലിഗമെൻ്റ് ഇഷ്യൂ വരാറുണ്ട്. എൻ്റെ കോച്ച് വിളിക്കുന്നു. ഒരു മിനിറ്റ്. ഹലോ കോച്ച്, ഇപ്പോൾ വരാം. 2 മിനിറ്റ്. ലേറ്റ് ഇതാ
ലേറ്റ് ആയി. വാട്സിൻ്റെ ബാഗ് പിന്നെ ചെയ്യാം. സമയം ഇല്ല, വേറെ ഒന്നുമില്ല ഗൈസ്. റിസ്റ്റ് ബാൻഡും പിന്നെ എന്തോന്ന്, പിന്നെ നമുക്കൊരു വാട്ടർ ബോട്ടിൽ ഉണ്ടാവും. ഇത്രയൊക്കെ തന്നെയാണ്. വേറെ അധികം നമ്മുടെ ബാഗിൽ. പിന്നെ എപ്പോഴും നമ്മളൊരു ഗിംബൽ ഉണ്ടാവും. ഗിംബലല്ല ഗൈസ്, ട്രൈപ്പോഡ് ഗൈസ്. പിന്നെ നമ്മുടെ എപ്പോഴും ട്രൈപ്പോഡ് കൂടി ഉണ്ടാവും. കാരണം ട്രൈപ്പോഡ് നമ്മൾ വർക്കൗട്ടിൻ്റെ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് ലേറ്റ് ആക്കണ്ട. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ അടിയാവും. ഞാൻ പെട്ടെന്ന് എന്തായാലും പോയി ഞാൻ ഇറക്കട്ടെ. നമുക്ക് ജിമ്മിൽ പോയിട്ട് കാണാം ഗൈസ്. ഓക്കെ. പിന്നെ ഇവനെ കൂടെ കണ്ടോ. ഇവരുടെ ടോയുടെ ശേഖരം എടുക്കാൻ തുടങ്ങി. ഇതാണ് ഇവരുടെ ടോയ് കളക്ഷൻ. യൂസേ ഞാൻ പോയിട്ട് വരാവേ. ഗുഡ് ഗിയർ ആയിട്ടിരിക്കണേ കേട്ടോ. പോയിട്ട് വരാവേ. ഗൈസ് ഇനി നമുക്ക് ശരിക്കും ജിമ്മിൽ പോകാം. ഇതേ നമ്മുടെ ബഗ്, ഇതേ നമ്മുടെ യെല്ലോ ബി ഇരിക്കുന്നത്. നമ്മുടെ യെല്ലോ ബിയിലാണ് പോകുന്നത്. ഗൈസ് നമ്മൾ ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ കോച്ചിനെ കാണാം. ഹായ്. എങ്ങനെയുണ്ട്? ഞാൻ ഉണങ്ങിയ കഴിക്കാറുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ ജിമ്മ്. ഇതാണ് ഞാൻ വരുന്ന ജിമ്മ്, BXB ബിഗോൾ. ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ ആദ്യം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ഗൈസ്, ഇവിടെയാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ട്. ഇതാണ് ബോക്സ് ബേൺ. ഇവിടെയാണ് ഞാൻ ആദ്യം വെയിറ്റ് ലോസിന് വേണ്ടി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് എൻ്റെ കോച്ച്. 2 വാക്ക് പറ. എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലൈന്റിൽ ഒരാളാണ്. കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ ആളെ 3 മാസം റെഡിയാക്കും. ചലഞ്ചാണ് കേട്ടാ. 3 മാസം കൊണ്ട് തന്നെ കൊല്ലുന്നാണ് പറഞ്ഞേക്കുന്നത്. ഗൈസ് എൻ്റെ വെയിറ്റ് കുറഞ്ഞ് 66 ഇപ്പോൾ. 68 ഓൾമോസ്റ്റ് 68 നിന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് തുടങ്ങാം എന്തായാലും. ബൈ ടാറ്റാ. ഗൈസ് നമ്മുടെ ജിമ്മ് കഴിഞ്ഞു. സോ ഇനി നമുക്ക് കുറച്ച് ഫുഡ് മേടിക്കണം. എൻ്റെ ഫുഡെല്ലാം തീർന്ന്. അപ്പോൾ അതിൻ്റെ ഒന്നേന്ന് പോയി വാങ്ങിക്കണം. ഇപ്പോൾ സമയം 5:47. ഇവിടുത്തെ ബ്ലോക്കും എല്ലാം കൂടി ഉള്ളത് കൊണ്ട് ലൈവ് നമുക്ക് 7 മണിക്ക് ലൈവ് ചെയ്യണം. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തുമെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഇപ്പോൾ ഉള്ള അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവുക, ബാഗ് വെക്കുക, നേരെ പോയി സാധനങ്ങൾ മേടിക്കുക. അല്ലെങ്കിൽ രാത്രി പട്ടിണിയാവും ഗൈസ്. ഇന്നൊരു ഡയറ്റ് വീണ്ടും എടുക്കണം. കാരണം ഒരു 1 വീക്കായിട്ട് ഡയറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഡയറ്റിലല്ല പോണേ. ചീറ്റൊന്നും എടുത്തിട്ടില്ല, എന്നാലും പ്രോപ്പർ ഡയറ്റല്ല. അതായത് പറ്റുന്ന പോലെ ഡയറ്റാണ് ഇത്രയും നാൾ കൊണ്ടുപോയത്. അപ്പോൾ പ്രോപ്പർ ഡയറ്റ് എടുക്കണമെങ്കിൽ ഫുഡ് ഐറ്റംസ് എല്ലാം മേടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് മേടിച്ചിട്ട് തരാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പഴം വാങ്ങിക്കാം. മൈ ഫേവറേറ്റ്.
ഇതിവിടെ അടുത്തുള്ളൊരു ഷോപ്പാണ് ഗൈസ്. ഇവിടെ ഞാൻ ഇവിടെ നിന്നൊക്കെ മുട്ട മേടിക്കുന്നത്. മുട്ട നമുക്ക് കുറച്ച് ലാഭത്തിനൊക്കെ കിട്ടും ഇവിടെ നിന്ന് ഗൈസ്. നമ്മളങ്ങനെ പഴം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് പോവാം. പഴം വാങ്ങി ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് കാറിൽ പോയാലേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ബൈക്കിൽ. ഇച്ച ഒരു ഹായ് പറ. നമ്മൾ എത്ര നാളെ നമ്മൾ വ്ളോഗിലൊക്കെ കണ്ടിട്ട്. പോയാ? ഓ സ്റ്റൈൽ റാണി. ഹലോ പറഞ്ഞേ. ഹലോ, ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇവനെ മിസ് ചെയ്തേച്ചാ? ഇവൂസിനെ മിസ് ചെയ്തോ? ഇവൂസിനെ മിസ് ചെയ്തോന്നോ? ഇവൂസിനെ എനിക്ക് എപ്പോഴും മിസ്സിംഗ് അല്ലേ അച്ഛാ. നീ അല്ലേ കാണുന്നുള്ളൂ, വീഡിയോ കോള് കാണുന്നുണ്ട്. അവളെ ആവോ? ഇവൂസേ തിരിഞ്ഞു പോലും നോക്കില്ല കേട്ടോ. ആ നോക്കി 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 നോക്കി. ഇവു പൊന്നെ, മമ്മ കുട്ടു, മമ്മ കുട്ടു, പൊന്നി, മമ്മ ഓടി വരാടി പൊന്നെ, മമ്മനെ മിസ് ചെയ്യില്ലാടി പൊന്നെ. ഓടി പൊന്നെ. സൗണ്ട് കേൾക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇറക്കുക ചെയ്യും. ഓക്കെ, ഒരു ബ്ലുപ്പടി എന്തായാലും. ഓക്കെ, അപ്പോ ബൈ ഗൈസ്, സീ യു അറ്റ് നെക്സ്റ്റ് വ്ളോഗ്. ബ്ലുപ്പ്. ഓ അടിപൊളി ഈവനിങ് അല്ലേ, നല്ല ചൊകാന്നിരിക്കുന്ന സ്കൈ ഒക്കെ. ഗൈസ് നമുക്ക് ലുലുവിൽ പോകേണ്ടി വരും ഗൈസ്. പക്ഷേ ലുലുവിൽ പോകണമെങ്കിൽ നമുക്ക് ക്യാമറ ഒന്നും അകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ ലുലുവിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഇതെല്ലാം കാലിയാണ്. അപ്പോൾ ഒന്നുമില്ല, എല്ലാം മേടിക്കണം. എല്ലാ സാധനവും ഒരുമിച്ച് മേടിക്കാൻ നമുക്ക് ലുലുവാണ് കുറച്ചുകൂടി എളുപ്പം. പെട്ടെന്ന് മേടിച്ചിട്ട് വരാൻ പറ്റും. ബൂസേ, അപ്പം നമുക്ക് ലുലുവിൽ പോയിട്ട് വരാമെന്ന് പറയാം. ഒരു ബ്ലുപ്പ് അടിച്ചേ. നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഫുൾ സെറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. ഓക്കെ, സാധനങ്ങളൊക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അഭിനയമായിരുന്നു. എങ്ങനെയുണ്ട്? കഥക് തുറന്ന് അകത്ത് വന്നതിന് ശേഷം ക്യാമറ സെറ്റ് ചെയ്തിട്ട് വീണ്ടും പോയി പുറത്തുനിന്ന് ഇറങ്ങാൻ. കേസ്, അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്ത് ഞാൻ എന്തൊക്കെ മേടിച്ചെന്നൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നില്ലേ എന്താ ഇങ്ങനെ മേടിച്ചത്, എല്ലാം കാണിച്ചു തരാം. എല്ലാം എൻ്റെ ഡയറ്റ് ഫുഡാണ് കേസ്, വേറെ നല്ല ഡയറ്റ് ഫുഡ് സാധനങ്ങളൊക്കെയാണ്. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നു കണ്ടെയ്നേഴ്സ്. ഇതിൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്, ഇതിൽ പിന്നെ ഫുഡും സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചോറൊക്കെ ഒരു ദിവസം കുക്ക് ചെയ്തിട്ട് ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ എടുക്കാറുണ്ട്. 3 ദിവസം പോകാറില്ല, എനിക്ക് 2 ദിവസം. അപ്പോൾ ചോറും പിന്നെ അതുപോലെ ഫ്രൂട്ട്സും ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനും പിന്നെ നമ്മൾ എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേസ്. പിന്നെ നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ്. മന്ത്ലി 2 പർച്ചേസ് തന്നെ ഉണ്ടാവും. നമ്മൾ 2 പ്രാവശ്യം തന്നെ നമുക്ക് ഇതുപോലെ വാങ്ങിക്കേണ്ടി വരും. കുഴപ്പമില്ല, നമ്മൾ നോർമലി കഴിക്കുന്നതിൻ്റെ അത്ര കാശ് എന്തായാലും വരത്തില്ല നമുക്ക് ഡയറ്റിന് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് ബ്രോക്കോളി എൻ്റെ ഡയറ്റിലുണ്ട്, അതുകൊണ്ട് വാങ്ങി. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആയാ? ഡേ ഇൻ മൈ ലൈഫല്ലേ. ഞാൻ നോർമലി ഗൈസ് നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പരിപാടികൾ ഇതാണ് മെയിനായിട്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഗൈസ്. അടുത്തതായി നമ്മൾ റോൾ ഡോട്ട്സ് ക്വിക്കറോട്ട്സ്. രാവിലെയും വൈകിട്ടും എനിക്ക് ഓട്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. ഗൈസ്, നമ്മൾ ഒരു കണ്ടെയ്നർ കൂടി നമ്മൾ മേടിച്ചായിരുന്നു കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഈ കുക്കുംബർ കുഞ്ഞു സാധനങ്ങളൊക്കെ അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി മേടിച്ചായിരുന്നു. ഇത് ഓഫറിനുണ്ടായിരുന്നു 99. 2 പാക്കറ്റ് മിൽക്കി മിസ്റ്റിൻ്റെ യോഗട്ട് എടുത്ത് നമുക്ക് ഗ്രീക്ക് യോഗട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. ദെൻ നമ്മുടെ ഇവൂസിന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കട്ട് പീസ്. നെക്സ്റ്റ് ക്യാരറ്റ് നമ്മുടെ ഡയറ്റിൽ ഇപ്പം ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് ആപ്പിൾ, മോർണിംഗ് ആപ്പിളുണ്ട്. അപ്പോൾ ആപ്പിൾ മേടിച്ചു. ആപ്പിൾ ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ ടൈപ്പ് വാങ്ങി ട്രൈ ചെയ്യും. നല്ല മണമൊക്കെ ഉണ്ട്. അടുത്തതായി നമ്മുടെ മെയിൻ സാധനം ചിക്കൻ ബ്രസ്റ്റ്, ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റാണ്. ഇതൊരു 1.5 ആഴ്ച 2 ആഴ്ച അടുപ്പിച്ച് പോകും. പിന്നെ അവസാനമായിട്ട് നമ്മുടെ കുക്കുംബർ, നാടൻ കുക്കുംബർ അല്ല, വേറൊരു ടൈപ്പ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ പർച്ചേസ്. അപ്പോൾ ഈ മാസം തൊട്ട് ബൾക്കിംഗ് ആണ് എനിക്ക് കുറച്ച്. അപ്പോൾ ബൾക്കിംഗ് ആയതുകൊണ്ടാണ് ഇച്ചിരി കൂടി ഫുഡ് വന്നത്, അല്ലെങ്കിൽ ഇത്രയും കൂടി വരത്തില്ല. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ആൽമണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ആൽമണ്ടും ബനാനയും
പ്രോട്ടീനും ഒക്കെ ഉണ്ട്. ഇനി എല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി ഫ്രിഡ്ജിൽ കയറ്റണം. അത് കഴിഞ്ഞിട്ട് ഇവയ്ക്ക് ഫുഡ് കൊടുത്തായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലൈവ് ചെയ്യാൻ പോകും. അതാണ്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവുമല്ലേ? ഇല്ല, ഡേ ഇൻ മൈ ലൈഫ് ഒരിക്കലും ആവശ്യം. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഇവൂസിൻ്റെ വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് നമ്മൾ. ഇവൂസേ കള്ളി നിൽക്കണേ അവിടെ എടി. ഇവനെ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അവൾക്ക് ചെറിയൊരു ഞാൻ പറഞ്ഞില്ല ഇൻഫെക്ഷൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മളൊരു പ്രോപ്പറായിട്ടൊന്ന് ഡോക്ടറിനെ കാണിച്ച് അതിൻ്റെ മെഡിസിൻ എടുക്കണം. അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടിരുന്ന പണിയാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബേസിക് നമുക്ക് കുറച്ച് കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്യാനുള്ള ചിക്കനാണ്. ഗൈസ്, അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് ശ്യാം സിംഗിൻ്റെ ചിക്കൻ മാരിനേഷനാണ്. ഗൈസ്, ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇതെടുത്ത് ഇത് പിന്നെ മുട്ടയും റൈസും കുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോയി ലൈവ് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ സമയം എത്രയെന്ന് പറയട്ടെ, ഓൾമോസ്റ്റ് ഒരു 10 മണി കഴിഞ്ഞ്. നമ്മളിന്ന് ലേറ്റ് നൈറ്റ് ലൈവ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ എടുക്കുക. ചിക്കൻ ബ്രസ്റ്റ്, ഇത് ഫുൾ ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റാണ്. ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായി കഴുകുക. ഓക്കെ, നമ്മൾ നല്ല വൃത്തിയായി കഴുകിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അധികം മസാലയൊന്നും ഇടത്തില്ല. ഗ്യാസ്. അപ്പോൾ നമുക്ക് ചിക്കൻ മസാല ഇടാം. ചിക്കൻ മസാല കുറച്ച്, ചിക്കൻ മസാല കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാല. നമുക്ക് നമ്മൾ കുരുമുളക് എടുത്തില്ല. ഫ്ലേവറിന് ചില്ലി കാശ്മീരി ചില്ലി. ഇനി ഉപ്പിടാം. ഉപ്പ് നമുക്ക് ഇടുന്നതിൻ്റെ അളവുണ്ട് കേട്ടോ, ഇച്ചിരി ഇടാവും. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഗൈസ്. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ഒരിച്ചിരി. അടുത്തത് തൈര്. ഇതെല്ലാം കഴിഞ്ഞ അളിയാ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, എന്താണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ മണവും എന്തെങ്കിലും മറന്നാ ഞാൻ ഗൈസ്. എന്തെങ്കിലും മറന്നെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ തള്ളയ്ക്കൊന്നും വിളിക്കല്ലേ. നമ്മളൊരു ബിഗിനറാണ്, മനസ്സിലായോ? ഞാൻ കുക്കിംഗ് എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ ഈ ഒരു ഡയറ്റ് തുടങ്ങിയതിന് ശേഷമാണ് എന്തേലുമൊക്കെ ആയിട്ട് വെക്കാൻ തന്നെ തുടങ്ങിയത്. അതിന് മുന്നേ ഞാൻ ഒരു സാധനം ഉണ്ടാക്കത്തില്ലായിരുന്നു. ചായ പോലും ഇടാറുണ്ടായിരുന്നു. ചായയുടെ ഇപ്പോഴും പറഞ്ഞോളൂ, ഞാൻ ചായ കുടിക്കാറില്ല. ഡയറ്റിൽ ഇവിടെ ചായ സുഖം മണമുണ്ടല്ലോ ഗൈസ്. ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നമുക്കത് എയർ ഫ്രയറിൽ വെച്ച് സെറ്റാക്കാം. ഓക്കെ, നമ്മുടെ എയർ ഫ്രയറിൻ്റെ കോയിൽ, അലുമിനിയം കോയിൽ. ഇച്ചിരി ഒലിവ് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇച്ചിരി ഒലിവ് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ തോട്ടങ്ങ് വെക്കും. ഗൈസ്, ദിസ് എയർ ഫ്രയർ ഗിഫ്റ്റഡ് ബൈ സ്നേഹ സാം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ സാധനമായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ അതവിടെ ഇരുന്നങ്ങ് ആയിക്കോളും ഗൈസ്. സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കത് ആവുന്ന ടൈമിൽ നമുക്ക് പോയി ഒന്ന് ഫ്രഷ് ആവാം. ഫ്രഷൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ഫുൾ സെറ്റായി ഗൈസ് അല്ലേ? കുറച്ച് കാടനായിരുന്നു ഞാൻ. ഇപ്പോൾ ഒന്ന് ക്ലീനായി മുഖമൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ
ഫുഡ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നൈറ്റ് മീൽ. വെയിറ്റ് കറോ. ദിസ് ഈസ് മൈ നൈറ്റ് മീൽ. നൈറ്റ് മീൽ ബി ലൈക്ക് ദിസ്. ഹൗസ് ദ ഫുൾ സെറ്റാണ് ഗൈസ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടത് ഞാൻ ഈവനിങ് ലൈവ് പ്ലേ ചെയ്യിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനി നേരെ നമ്മൾ കുറച്ച് നേരം ലൈവ് ഇടും, ഗെയിമിംഗ് പി സി ബാക്കി സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വരുമായിരിക്കും. മാക്സിമം നമ്മൾ ഇടാനും നോക്കാം. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. ടാറ്റ, ലവ് യു ഓൾ. ഇബൂസെ ഒരു ബൈ പറഞ്ഞേ. ഇബൂസെ ബൈ പറഞ്ഞേ. നമുക്ക് ഇനി എൻ്റെ ചിക്കൻ വേണം, അതാണ് അവൾ കറങ്ങി കറങ്ങി നിൽക്കുന്നത്. ഒരു ബൈ പറഞ്ഞേ മക്കളെ, ഒരു ബൈ പറഞ്ഞേ. ആ ഓക്കെ ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ.